ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് കച്ച് വർക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. 4 ലൈൻസ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോയിൻറ്റ്സിനെല്ലാം നമ്പേഴ്സ് കൂടെ എഴുതി കൊടുക്കണം. 6 ലെയറിലാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് പോയിൻറ്റ് 1ൽ നിന്ന് നീഡിൽ കുത്തി മുകളിലേക്ക് കൊണ്ടുവരാം. ഇതുപോലെ പതുക്കെ നീഡിൽ കുത്തി മുകളിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് 2 എന്ന പോയിൻറ്റിലേക്ക് നീഡിൽ ഇറക്കി കൊടുത്തിട്ട് ഇതുപോലെ 3 എന്ന പോയിൻറ്റിലേക്ക് നീഡിൽ ഉയർത്തി കൊടുക്കാം. 2 എന്ന പോയിൻറ്റിൽ നിന്ന് നമ്മൾ ക്രോസ് ആയിട്ട് 3യിലേക്കാണ് നീഡിൽ പാസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് 3യിൽ നിന്ന് നേരെ 4ലേക്ക് നീഡിൽ കൊണ്ടുവന്നതിന് ശേഷം ക്രോസ് ആയിട്ട് 5ലേക്ക് നീഡിൽ കൊണ്ടുപോവാം. 5 എന്ന പോയിൻറ്റിൽ നിന്ന് നീഡിൽ നമുക്ക് ഉയർത്തി കൊടുക്കാം. അതിനുശേഷം നേരെ 6ലേക്കാണ് നമ്മൾ നീഡിൽ കൊണ്ടുപോകുന്നത്. എന്നിട്ട് ക്രോസ് ആയിട്ട് 7ലേക്ക് ഉയർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ 2-3 തവണ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുക. അതിനുശേഷം ചെയ്ത് പഠിച്ചാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി നമുക്ക് നേരെ 8 എന്ന പോയിൻറ്റിലേക്കാണ് നീഡിൽ ഇറക്കി കൊടുക്കേണ്ടത്. ഈ നമ്മൾ ഫസ്റ്റ് ചെയ്തില്ലേ, ആ ഒരു ലൈനിൻ്റെ താഴ്വശത്ത് കൂടെ നീഡിൽ പാസ് ചെയ്ത് കൊടുത്തതിന് ശേഷം 8 എന്ന പോയിൻറ്റിലേക്ക് നീഡിൽ ഇറക്കി കൊടുക്കാം. അതിനുശേഷം താഴ്ഭാഗത്തായിട്ട് നോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു കളർ ത്രെഡ് 6 ലെയറിൽ തന്നെ എടുക്കാവുന്നതാണ്. അതിനുശേഷം ഇത് നമ്മൾ ഈ ഒരു പോയിൻറ്റിൽ നിന്ന് നീഡിൽ കുത്തി മുകളിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിനുശേഷം 8 എന്ന പോയിൻറ്റിന് നേരെ വരുന്ന ലൈനില്ലേ, അതിൻ്റെ താഴ്വശത്തൂടെ നീഡിൽ ഇതുപോലെ കൊണ്ടുപോവാം. പതുക്കെ വലിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ നേരെ താഴത്ത് വരുന്ന ഒരു ലൈനില്ലേ, അതിൻ്റെ താഴ്വശത്തൂടെ ഇതുപോലെ നീഡിൽ പാസ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വീഡിയോ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ചാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. പറയുന്നതിനേക്കാൾ കൂടുതൽ വീഡിയോ വാച്ച് ചെയ്താൽ തന്നെ മനസ്സിലാവുന്നതാണ്. ഇതുപോലെ നീഡിലെടുത്തതിന് ശേഷം ഈ ഒരു ലൈനിൻ്റെ മുകളിലൂടെ മാത്രം, അതായത് യെല്ലോ കളർ ത്രെഡ് താഴ്വശത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ നീഡിൽ കൊണ്ടുവരിക. അപ്പോൾ നമുക്കിതൊരു ലൂപ്പ് പോലെ കിട്ടും. മുകളിൽ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് താഴത്തെ ലൈനിലും ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. എനിക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 കളർ ത്രെഡ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് മനസ്സിലായാൽ പിന്നെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് സെയിം കളർ ത്രെഡ് തന്നെ ഇട്ടിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ട് ലൈൻസ് വരച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ലൈൻസ് അടുത്തടുത്തായിട്ട് തന്നെ വരയ്ക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല നീറ്റിൽ കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് സ്റ്റിച്ച് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ട് ലൈൻസ് വരച്ചു കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നീഡിൽ ഉയർത്തിയ ഒരു പോയിൻറ്റില്ലേ, ആ ഒരു പോയിൻറ്റിലേക്ക് തന്നെ നീഡിൽ നമുക്ക് താഴ്ത്തി കൊടുത്തിട്ട് താഴ്വശത്തായിട്ട് നോട്ടിട്ട് കൊടുക്കാം. ഇതാണ് കച്ച് വർക്കിൻ്റെ മെത്തേഡ്. ഇത് നമുക്ക് ഗ്യാപ്പ് ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചുരിദാറിൻ്റെ നെക്ക് പോർഷനിലും അതുപോലെ ഓവറോൾ ഡിസൈൻസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു യെല്ലോ കളറിൽ ചെയ്തിരിക്കുന്നത് കച്ച് വർക്ക് തന്നെയാണ്. ഒട്ടും ഗ്യാപ്പില്ലാതെ സെയിം കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നതാണിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.